ഈ വേദിയിലെ അവസാനത്തെ പാട്ട് പാടാൻ വരുന്ന അടുത്ത കണ്ടസ്റ്റന്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെൽക്കം നിസരി. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ
ഇതൊക്കെ നമുക്ക് നിസ്സാരം അല്ലേ? ഈ നിസ്സാരം എന്ന് പറഞ്ഞാൽ ഈ കോമഡി നമുക്ക് ഇന്നത്തും കൂടി അല്ലേ പറയാൻ പറ്റുള്ളൂ. പാടുന്നത് ഷൈൻചേട്ടാ ഉറങ്ങിയോ? ഷൈൻ പാട്ട് കേട്ടോ ടെൻഷൻ അടിച്ചിരുന്നിട്ട്. ഷൈൻചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് പറഞ്ഞത്, അത് നമുക്ക് ഓരോ സെക്കൻഡും നമുക്ക് കിട്ടുന്നില്ല ശ്വാസം. കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക്. പക്ഷെ അവര് പാടും, പക്ഷെ കേട്ടോണ്ടിരിക്കുമ്പോഴേ നമുക്കൊരു ടെൻഷൻ. ടെൻഷൻ. ഓക്കെ, ശ്വേത ചേച്ചി. ഒന്നും പറയാനില്ല, നമ്മള് ആസ്വദിക്കുകയാണ്, വേറെ ഒന്നുമില്ല. അസാധ്യമായിട്ട് എല്ലാരും പാട്ട് പാടുന്നുണ്ട്, നമ്മൾക്കാണ് ഇനി ടെൻഷൻ കൂടുന്നത്. താങ്ക് യു. അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ജഡ്ജസ് അവരുടെ മാർക്സ് ഒക്കെ അവിടെ ഇപ്പൊ എഴുതി വെക്കുന്നുണ്ട്. അവരെന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതെ, കൂലങ്കഷമായ ചർച്ചയിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. ഓക്കെ, Thank ഓൾ ദി you. വെരി ബെസ്റ്റ്. ജഡ്ജസ് ഒരു മിനിറ്റ്. അതെ, ഇവിടെ ആരോ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആരോ ആരോ വന്നിട്ടുണ്ട്. കണ്ടസ്റ്റൻസിനെ ആരോ എന്തോ മിസ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. വന്നോ? ഇവിടെ ഒന്ന് നോക്കിയേ, അവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. അമ്മേനെ കാണാല്ലേ എന്ന് പറഞ്ഞു മോൻ വന്ന് നിന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? കുറെ നാളായി കണ്ടിട്ട്. അതെ, അതായത് ഇതേപോലെ വേദിയിൽ വെച്ചിട്ടാണ് അമ്മേനും പെങ്ങളെയൊക്കെ അനിയൻ കാണുന്നുള്ളൂ. പെങ്ങളെ പിന്നെ എല്ലാരും കാണുന്നുണ്ടല്ലോ. ഇതാട്ടോ എന്റെ രണ്ടാമത്തെ മോൻ ശിവാങ്കിയുടെ അനിയൻ വിനായക്. ശിവാനിയുടെ അനിയനാണല്ലേ? കണ്ടു ഒരു മാസമായി, ഞാൻ ഇപ്പഴാ ചെന്നൈയിൽ നിന്ന് വരുന്നേ. കണ്ടൊരു മാസമായി ചേച്ചി. ദിസ് ഇസ് വെരി ബാഡ്. പക്ഷെ ചേച്ചിക്ക് ഇത്രയും സുന്ദരനായ ഒരു മകനുണ്ടായിരുന്നു നേരത്തെ ഇപ്പോഴാണ് നമ്മളോട് മീനാക്ഷി പറയാമായിരുന്നു. അറിയുന്നത്. അതെ, ഇത് കൊലച്ചതിയായി പോയി. പക്ഷെ ഗ്രാൻഡ് ഫിനാലെ വേദി വെച്ചെങ്കിലും ആലോചിച്ച് മക്കളെ, മീനാക്ഷി ഒന്ന് ശരിക്കും നോക്കി വെച്ചോ. അതെന്തിനാ? അല്ല, ഈശ്വര. ശിവാങ്കിനെ ഞാൻ നേരത്തെ നോക്കി വെച്ചു. മീനാക്ഷി രണ്ടുപേർക്കും ഇവിടെ ഈശ്വരാന്നുള്ളതൊന്നുകൂടെ കാണിച്ചേ. ഈശ്വര, എന്തിനാ? രജിഷേട്ടാ താങ്ക് യു. രജിഷ താങ്ക് യു. സർപ്രൈസിന് എനിക്ക് വലിയ ഇഷ്ടായി. ഇനി ഇങ്ങനെ സർപ്രൈസ് വന്നോണ്ടേയിരിക്കും. രണ്ടു മക്കളല്ലേ ഉള്ളൂ, ആരേലും വരുമോ? സർപ്രൈസ് കൊടുക്കാനാ. ഇല്ല, എനിക്ക് അതല്ല വിഷമം, ഈ വളിപ്പ് മുഴുവൻ ഇന്നത്തോടുകൂടി കഴിയൂല. അല്ല, ഇനി മോൻ വന്നില്ലേ, ഞാൻ ഇനി കുറച്ച് ഒതുങ്ങാന്ന് വിചാരിച്ചു. പക്വതയായിട്ട് മെച്ചൂരിറ്റി ആയിട്ടിരിക്കും. അതെ, വീട്ടിൽ എങ്ങനെയാ? ഷോയിലുള്ള പോലെ തന്നെയാണോ? നിങ്ങൾ കാണുന്നൊക്കെ തന്നെ, ഓക്കേ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇച്ചിരി പൊക്കി പറഞ്ഞു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര അടിക്കും എല്ലാം ഉണ്ട്. വണ്ടർഫുൾ കുക്കാണ്. ബെസ്റ്റ് ഡൈജഷൻ. ഡൈജഷനോ? അതെ, ഞാൻ നല്ലപോലെ ഇതുവരെ ഡൈജസ്റ്റ് ആവും. കഴിച്ചിട്ട് ഹാഫ് ഡേ വരെ എടുത്ത് വയറുവലി വന്നിട്ട് ഞാൻ ശിവാങ്കിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങള് 15 വർഷം തൈര് സാധം മാത്രം ആണ് കഴിച്ചിരുന്നു. അത് മാത്രമേ അറിയുള്ളൂ. മക്കളെ എന്നെ കുറ്റം പറയാൻ കണ്ടില്ലേ? ചേച്ചി തൈര് സാധം കൂടി കുടുക്കലേ അത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 15 വർഷത്തിന്. അതെ, ഇപ്പൊ കുറച്ച് കുക്കിംഗ് പഠിച്ചു. ഇപ്പൊ പായസം ഒക്കെ റെഡിമെയ്ഡ് മിക്സ് വെച്ച് ചെയ്യും. കുറച്ച് ബെറ്റർ. ഓക്കെ, എന്തായാലും നമ്മുടെ പെർഫോമൻസ് ഒക്കെ കാണാൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇനി ഡെയ്ൻ നമ്മുടെ മ്യൂസിക്കൽ വൈഫിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കാണ്. അതായത് നമ്മുടെ ഈ ഒരു ഷോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെർഫോമൻസ്, നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലെ അവസാനത്തെ പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം സാദിയ.
മൃദംഗത്തിൽ പാലക്കാട്ടു മണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. നാലും ബലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നാലും ബലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. സാബാഷ്. ഈ വേദിയിലെ അവസാനത്തെ പാട്ട് പാടി കഴിഞ്ഞിരിക്കണു. സന്തോഷായോ? എൻജോയ് ചെയ്ത് പാടാൻ പറ്റിയോ? എൻജോയ് ചെയ്ത് പാടാൻ പറ്റിയോ? ഇല്ല. ഇല്ല, പാടാൻ പറ്റിയില്ല. Enjoy Enjoy ചെയ്ത് ചെയ്യാൻ പാടാൻ പറ്റിയില്ല. പറ്റിയില്ലേ? നമ്മുടെ കഴിഞ്ഞ ടെൻഷനില്ലാത്തോണ്ടാ ടോപ്പ് പറ്റിയില്ല. 5ലേക്ക് നമ്മള് ആദ്യ റൗണ്ടിൽ നിന്ന് കടന്നപ്പോ ടോപ്പ് 1 ആയിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആളായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? സാധ്യ അല്ല, എന്തെങ്കിലും സദ്യ പറയാൻ 99 നമ്മൾ ചോദിക്കാതെ. ഞങ്ങൾ പറഞ്ഞ കുട്ടിയാണ് സദ്യ 99. ഷൈൻ അതെ, ചേട്ടാ, ഷൈൻ ചേട്ടാ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. എന്നാ ഷൈൻ result- ചേട്ടൻ ഷൈൻ എന്തെങ്കിലും- ചേട്ടൻ നക്ഷത്രങ്ങൾ result ഞങ്ങൾ കുട്ടിയാണ്. എണ്ണിക്കൊണ്ടിരിക്കപ്പോ അതിന്റെ ഇടയിൽ കുറച്ച് നിർത്താതെ കുറച്ച് സ്വരങ്ങൾ പറഞ്ഞില്ലേ, ആ അതെന്തായിരുന്നു ഒന്നും കൂടി പറഞ്ഞേ. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാന്ന്. ഉഫ്. ശ്വേത ചേച്ചി ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? സൂപ്പർ. ആ ഒരു ബിറ്റ് ചെയ്തില്ലേ, ഇത് ക്ലീൻ ആൻഡ് ക്ലിയർ ബോൾഡ് ആയിരുന്നു. അത് സൂപ്പർ. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ പാട്ടുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി റിസൾട്ടിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളൂ. Okay. താങ്ക് യു All the സാധ്യ. best. മീനാക്ഷി, യെസ്, അങ്ങനെ മ്യൂസിക്കൽ വൈഫിന്റെ ഗ്രാൻഡ് ഫിനാലയിലെ പെർഫോമൻസുകളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടി. അതെ. അപ്പോൾ റിസൾട്ട് ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സ്വന്തം SKN സർ, ശ്രീകണ്ഠൻ നായർ സർ, പ്ലീസ്. സാർ, അങ്ങനെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുകയാണ്. എല്ലാം തുടങ്ങിയത് സാറിന്റെ ഒരു ഐഡിയ എന്നായിരുന്നു. ഇപ്പൊ അവസാനിപ്പിക്കണമായിരുന്നോ? അവസാനിപ്പിക്കണോ? അത് ഞങ്ങളും ചോദിക്കുക, അതെ, ഒന്ന് ചോദിക്കുന്നുണ്ട്. അവസാനിപ്പിക്കണമായിരുന്നോ? ടെൻഷനായോ? അതെ, വിഷമായി പോയി. വിഷമായി പോയി പെട്ടെന്ന്. മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞു. മത്സരാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും വിഷമം, സങ്കടാണ്. നമ്മുടെ പ്രേക്ഷകർക്കും വിഷമം, ജഡ്ജസിനും വിഷമം, എല്ലാവർക്കും മൊത്തത്തിലൊരു വിഷമം ഈ വേദി വിട്ട് പോവാൻ. ഫിനാലെ പെട്ടെന്നായി പോയി. അതെ. എനിക്ക് തോന്നുന്നത് നമുക്ക് ആൾക്കാർക്ക് ഏറ്റവും സുഖകരമെന്ന് തോന്നുന്ന സമയത്ത് നിർത്തുന്നതായിരിക്കും. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് സ്വരം പറയുന്നത് പോലെ. നന്നാവുന്നതിന് മുമ്പേ അങ്ങ് പാട്ട് നിർത്തി. ഓക്കെ, ഇല്ല, പഠിച്ചു അപ്പൊ വന്നപ്പോ തന്നെ. നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ തുടങ്ങാലോ. തുടങ്ങാം. അതെ, അതെ, വലിയൊരു തുടങ്ങാം. വിഷയം. തീർച്ചയായിട്ടും. ഇവരൊക്കെ ഇപ്പം ആളുകൾ അറിഞ്ഞു തുടങ്ങിയില്ലേ. Yes. അപ്പം ഒരു പക്ഷേ ഇവർക്ക് ഇനി വേദികളൊക്കെ കിട്ടാനൊക്കെ താമസമില്ലാതെ അങ്ങ് സ്റ്റേജിലേക്ക് കേറട്ടെ. യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ഇവർക്കും പരിപാടി തുടങ്ങാൻ. ഓ, അതെ, അതെ. സർ, നമുക്കറിയാം സാറിന്റെ ആണ് മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് സാർ എത്തിയത്? അതെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വീട്ടിൽ ഊണഴിക്കാൻ പോയതാ. ആ. ഊണഴിക്കാൻ പോയപ്പം അവിടുത്തെ വീട്ടമ്മ അത്യാവശ്യക്കുള്ള നന്നായിട്ട് പാടുന്നു. ആ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സന്തോഷമാണ്. ഇവര് ഭയങ്കര ഉടക്കം കിടക്കുമ്പോൾ നല്ല 2 പാട്ട് പാടി ശരിയാക്കാമല്ലോ. അപ്പൊ ഇവര് യഥാർത്ഥത്തില് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ പാട്ടൊക്കെ മൂളി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവർക്ക് നല്ല സംഗീത ബോധമുണ്ട്. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്, കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് പുറത്തോട്ട് ഇത് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വീട്ടിന്റെ അകത്തളങ്ങളിൽ മാത്രം അവർ ഒതുങ്ങി നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ യു ആർ ലക്കി ഇൻ എ വേ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു, ഇൻ വാട്ട് വേ? ഞാൻ പറഞ്ഞു, യു ഹാവ് എ മ്യൂസിക്കൽ വൈഫ്. അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കാറിൽ തിരിച്ചു വന്നപ്പോ മ്യൂസിക്കൽ വൈഫ്, ദാറ്റ് ഇസ് എ ന്യൂ കോൺസെപ്റ്റ്, പുതിയൊരു സംഭവം. അപ്പൊ അത് പിന്നീട് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് വീട്ടമ്മമാരിങ്ങനെ ഭാര്യമാരൊക്കെ തന്നെ നന്നായിട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നത് നല്ല ജഡ്ജസും നല്ല മത്സരാർത്ഥികളും പിന്നെ നിങ്ങളെ പോലുള്ള അവതാരകരും ഒക്കെ വന്നതുകൊണ്ടാവാം ഈ പരിപാടി ഇത്രയും പോപ്പുലർ ആയത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിവേ, മത്സരാർത്ഥികൾക്കൊക്കെ എന്റെ ആശംസകൾ. അപ്പൊ ഇനി നമ്മള് റിസൾട്ട്സിലേക്ക് കടക്കാൻ പോവാണ്. അതിനു മുമ്പ് സാറിന്റെ ബെറ്റർ ഹാഫ്
സാറ് പൂർത്തിയാവണമെങ്കിൽ സാറിന്റെ ബെറ്റർ ഹാഫ് വേണം. ഓക്കെ, ആ. അപ്പൊ മാഡത്തിനെ വിളിക്കാം. വിളിക്കാം. ആ. വിളിക്കാം. അപ്പൊ വരൂ മ്യൂസിക്കൽ വൈഫ്. ഉഷ മാം സ്വാഗതം. സാറ് പറയായിരുന്നു ഇങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോഴാണ് ഒരു മ്യൂസിക്കൽ വൈഫിനെ കണ്ടതും അങ്ങനെ അവിടെ നിന്നാണ് ഒരു ഐഡിയ ഒക്കെ തോന്നിയതെന്ന് മാമിനോട് ഷെയർ ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് സാറിന് കിട്ടിയപ്പോ. വീട്ടിൽ പോയിട്ട് സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞിരുന്നു. പറയും. അപ്പൊ മാമിന് അറിയായിരുന്നോ ഇത് ഇങ്ങനെ ഒരു വലിയ ഷോ ആയി മാറും ഇങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് തോന്നിയിരുന്നോ? അല്ല, ഇത്രയും വലിയൊരു ഷോ ആവുമെന്ന് അന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ രജീഷ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞാല് എത്ര കഴിവുണ്ടെങ്കിലും അവര് ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർ അടുക്കളയിൽ ഒതുങ്ങി വീട്ടിലൊതുങ്ങി അങ്ങനെ അങ്ങ് കഴിയത്തതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടിയപ്പോഴത്തേക്കും അവര് നന്നായിട്ട് പെർഫോം ചെയ്തു. അവരുടെ കഴിവ് ഇവിടെ പ്രകടിപ്പിച്ചു. അത് നല്ലൊരു ചുവടുവയ്പ്പാണിത്. അപ്പൊ നമുക്ക് റിസൾട്ടിലോട്ട് കടന്നാലോ സാർ? അതിന് നമുക്ക് ഒരാളെ കൂടെ വിളിക്കാം. വിളിക്കാം. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സന്തോഷ് നായർ. യെസ്, സന്തോഷ് സർ പ്ലീസ് വെൽക്കം. So we had a last 4-5 hours of great music over here, great talents, all housewives, and I think the next season will very soon come soon. And I want to actually wish the sponsors and also want to call up 2 people more. Rajesh, who has been the director of the show, and our programming head Vivek. Please join us over here. രജിഷനെ കുറെ ദിവസമായിട്ട് നമ്മൾ ഈ ഫ്ലോറിൽ കൊണ്ടുവരാൻ കുറെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ജഡ്ജസ് അവര് 3 പേരായിരുന്നല്ലോ നമ്മുടെ മെയിൻ പില്ലർ. പിന്നെ നിങ്ങളും ഏതായാലും നമ്മുടെ ക്രൂസ്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ക്രൂ എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷവും നന്ദി. താങ്ക് യു സോ മച്ച് സർ. മ്യൂസിഷ്യൻസ് തീർച്ചയായിട്ടും എന്താ പറയാ, നമ്മുടെ SKN സാറിന്റെ ഒരു ആശയം അത് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു രജീഷ്. നമ്മുടെ ടീം ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ സക്സസിന്റെ പിന്നിൽ. നമ്മളെ DOP ടീം ശ്രീനിവാസ്, ബിജു, നമ്മളെ ഓൺലൈൻ എഡിറ്റേഴ്സ്, നമ്മളെ ഓർക്കസ്ട്ര ആൻഡ് യു എഡിറ്റേഴ്സ് എഡിറ്റേഴ്സ് ആൻഡ് അവർ ബിലോവഡ് ജഡ്ജസ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. താങ്ക് യു. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്വേത ചേച്ചി. നെക്സ്റ്റ് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷൈൻ ചേട്ടാ. അപ്പൊ സർ, നമ്മൾ ആദ്യം നമ്മുടെ സെക്കൻഡ് റണ്ണർ അപ്പ്, അതായത് തേർഡ് പ്രൈസ് വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ സർ റെഡിയാണോ? ഞാൻ റെഡിയാണ്. മ്യൂസിക്കൽ വൈഫ്സ് റെഡിയല്ലേ? റിസൾട്ട് അറിയാൻ റെഡിയാണോ? റെഡി. അപ്പൊ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ശ്വേത ചേച്ചിയാണ്. ചേച്ചി, അപ്പൊ ആ റിസൾട്ട് ആദ്യം ഇങ്ങോട്ടേക്ക് വരണം പ്ലീസ്. നമ്മുടെ തേർഡ് പ്രൈസ് വിന്നർ, അതായത് സെക്കൻഡ് റണ്ണർ അപ്പിന് ലഭിക്കുന്നത് റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 1,00,000 രൂപയുടെ ക്യാഷ് പ്രൈസ്. അത് ലഭിക്കുന്നത് ആർക്കായിരിക്കും? ചേച്ചിക്ക് എന്താ തോന്നണേ? ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഇനി മുതൽ നിങ്ങൾക്ക് കുറെ ഷോസ് കിട്ടട്ടെ എന്ന് മാത്രമേ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷെ എന്തായാലും മ്യൂസിക് നിർത്തരുത്, പഠിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്, മേ ദ ബെസ്റ്റ് വൺ വിൻ. പക്ഷെ ഓൾ ഓഫ് യു ആർ very very good ones. So second runner up, third prize winner goes to Vidya Swaraj. Let's welcome
സാഷ് അണിയിക്കുന്നതിനായി ഞാൻ ശ്വേത ചേച്ചിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ്. ഇനി ട്രോഫി നൽകാനായി ഷൈൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി ശ്രീകണ്ഠൻ സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 1,00,000 രൂപയുടെ സമ്മാനം. ഇനി സൈറ്റേഷന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനസ് TV മാനേജിംഗ് ഡയറക്ടർ ലോവേസ് ഇന്റർനാഷണൽ. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഉഷ മാമിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മുപ്പത് പേരുമായി തുടങ്ങിയ നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ ഈ സംഗീത യാത്രയിൽ 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു വിദ്യ സ്വരാജ്. വിദ്യ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? താങ്ക് ഗോഡ്, യേശുവേ നന്ദി. ഇതുവരെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ ഫൈനൽ 5-ൽ എത്തി നിൽക്കുമ്പോൾ തന്നെ വിന്നറായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. Thank you so much, Vidya. Thank you, all the very best. And Anas sir, thank you so much. Thank you. നമ്മുടെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആരാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിട്ട് പോവാണ്. അതായത് മ്യൂസിക്കൽ വൈഫിൽ 2-ാം സ്ഥാനത്ത് ആരാണ് എത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ശ്വേത ചേച്ചി, സെക്കൻഡ് പ്രൈസ് വിന്നറിനെ അനൗൺസ് ചെയ്യാൻ റെഡി ആണോ? ആണ്. ഓക്കെ, ക്യൂ കാർഡ് പ്ലീസ്. ഫസ്റ്റ് റണ്ണർ അപ്പ് ഓഫ് ദിസ് മ്യൂസിക്കൽ വൈഫ്. നിങ്ങൾ പറഞ്ഞ പോലെ 30 പേരിൽ നിന്ന് ഈ ജേർണി തുടങ്ങിയത് ഇന്ന് 5-ലേക്ക് എത്തിയിട്ട് ഇപ്പൊ 5 അല്ല 4. സോ ഷൈൻ പറയട്ടെ, മ്യൂസിക്കൽ വൈഫ് ഫസ്റ്റ് റണ്ണർ അപ്പ് goes to രേഷ്മ സന്ദീപ്. നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഫസ്റ്റ് റണ്ണർ അപ്പ് സെക്കൻഡ് പ്രൈസ് വിന്നർ രേഷ്മ. രേഷ്മയെ ശ്വേത ചേച്ചി സാഷ് അണിയിക്കുന്നു. ട്രോഫി നൽകുന്നതിനായി ഷൈൻ ചേട്ടനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സെക്കൻഡ് പ്രൈസ് വിന്നർ, അതായത് ഫസ്റ്റ് റണ്ണർ അപ്പിന് 1,50,000 രൂപ റീഗൽ ജ്വല്ലേഴ്സ് നൽകുകയാണ്. അത് രേഷ്മയ്ക്ക് നൽകാനായി ഞാൻ ശ്രീകണ്ഠൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. സർ പ്ലീസ്. റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 1,50,000 രൂപ ശ്രീകണ്ഠൻ സർ രേഷ്മയ്ക്ക് സമ്മാനിക്കുന്നു. ഫലകം നൽകുന്നതിനായി ലെറ്റ്സ് വെൽക്കം ഷൈൻ ശിവപ്രസാദ് സർ, CEO of Fira Foods. ഇനി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഉഷ മാമിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷമാണ്. ദൈവത്തിനാണ് ആദ്യം നന്ദി പറയുന്നത്. കാരണം ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ്. നമ്മുടെ കൂടെ പാടുന്നവർ ഒക്കെ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരായിരുന്നു.
അപ്പം അവരുടെ കൂടെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ ഗ്രൂമേഴ്സ്, അവരോടുള്ളപ്പം നന്ദി പറഞ്ഞാൽ മതിയാവില്ല. നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ ജഡ്ജസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓർക്കസ്ട്ര ടീം, ഈ മൊത്തം നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ടീം മൊത്തം. പിന്നെ ഏറ്റവും നന്ദി എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞ്, അദ്ദേഹം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഒരുപാട്. എനിക്കിത് ഈ പറഞ്ഞ പോലെ രേഷ്മയ്ക്ക് ഇവിടെ വന്ന് പങ്കെടുക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിപ്പോ വന്ന് ഈ 5 പേരിലെത്തിയിട്ട് നിൽക്കുമ്പോ എനിക്ക് വല്ലാതെ ഒന്നും പറയാൻ വയ്ക്കുന്നില്ല. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് രേഷ്മ. ഷൈൻ സർ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെല്ലാവരും മ്യൂസിക്കൽ വൈഫിന്റെ ഫസ്റ്റ് പ്രൈസ് വിന്നറിനെ അനൗൺസ് ചെയ്യാനുള്ള സമയം. വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് ആ 3 പേരില്ലാതെ, നമ്മുടെ ജഡ്ജസ് 3 പേരില്ലാതെ എന്ത് ആഘോഷം, എന്ത് അനൗൺസ്മെന്റ്. അപ്പൊ നമ്മുടെ 3 മാത്രമല്ല, അവരെ ഓരോരുത്തരെയും പേര് വിളിച്ച് മ്യൂസിക് ഇട്ട് കയറ്റണം. അതെ. പിന്നെ ഔസേപ്പ് ബച്ചൻ സർ ആൻഡ് രഞ്ജിനി ചേച്ചി, പ്ലീസ് വെൽക്കം. ഔസേപ്പ് ബച്ചൻ സർ, പറയൂ, എന്തൊക്കെയുണ്ട്? നമ്മളിവിടെ ഈ ഷോ തുടങ്ങി ഈ ഗ്രാൻഡ് ഫിനാലെ വരയ്ക്കും ഞാനിവിടെ ഇവരെ ഈ പാട്ട് പാടുന്ന ഒരുപാട് നമ്മൾ റിയാലിറ്റി ഷോയും മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇവര് ഒരു മത്സരിച്ച് പാടുന്ന പോലെയല്ല എനിക്ക് തോന്നിയത്. ഇവര് സ്വയം ഇവർക്ക് കിട്ടുന്ന പാട്ട് മാക്സിമം നന്നായിട്ട് പാടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരാളെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പാടുന്നവരെക്കാൾ നന്നാക്കി പാടുന്ന, അതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടണമെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ പരസ്പരം സപ്പോർട്ട് ചെയ്യാണ്. അവിടെ ഈ പാടി അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ പാടുമ്പോൾ ഇനിയും നന്നായി പാടാൻ വേണ്ടിയിട്ട് അവർ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊരു നല്ല സ്വഭാവ സവിശേഷതയുള്ള വൈഫ്സാണ് ഇവര് അല്ലേ? അതാണ് നല്ല ക്വാളിറ്റി. ദിസ് യു ആർ ഷോയിങ് ടു ദ വേൾഡ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. കാരണം ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാവരും ഇങ്ങനെ ഇത്ര അസാധ്യമായിട്ട് പാടിക്കൊണ്ടിരുന്ന അതൊരു വശം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാവരും എന്തൊരു അസാധ്യമായിട്ടാണ് പാടിയത്. അതിന് തീർച്ചയായിട്ടും ഇവരെന്നും അവരുടെ ഏറ്റവും വലിയ സമ്മാനം ഈ ഫ്ലവേഴ്സിലെ ഈ മ്യൂസിക്കൽ വൈഫ് ഷോ, ഇതിലവർ പങ്കെടുത്തു. ഇത്രയും വലിയ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ അവർ പാടി പങ്കെടുത്തു എന്നുള്ളൊരു അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സമ്മാനം. താങ്ക് യു ഫ്ലവേഴ്സ് TV ഫോർ മേക്കിംഗ് മീ പാർട്ട് ഓഫ് ദിസ് ജേർണി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പറ്റുന്നതിലും. ആൻഡ് ഇതിൽ 2 പേരും നമ്മൾ വളരെയധികം താങ്ക് ചെയ്യണം. അവരാണ് അഹോരാത്രം പണിയെടുത്തിരിക്കുന്നത്, രാധിക ആൻഡ് മുഫീദ. ഇവിടെ ഇപ്പം 5 പേരാണ് ഇതിൽ സെലക്ഷനായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ സെലക്റ്റഡ് ആയെന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ നിങ്ങൾ ഗംഭീരമായിട്ട് പാടിയെന്നൊന്നും ഞാൻ പറയില്ല. പിന്നിലിരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണ്. പക്ഷെ ഇന്നത്തെ ദിവസം കോമ്പറ്റീഷന്റെ സമയം, ഞങ്ങൾക്ക് അതല്ലേ മാർക്കിടാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഓരോ കാരണങ്ങൾ കൊണ്ട് ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു ദൈവനിശ്ചയം പോലെ നിങ്ങൾക്ക് പലർക്കും ഇന്ന് ഒരുപക്ഷെ മാർക്ക് കിട്ടാനുള്ള അവസരങ്ങൾ മിസ്സായി എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി എ മിസ്സിംഗ്, നോട്ട് യു ആർ ഫെയിൽഡ്. നിങ്ങൾ ആരും ഫെയിൽ ചെയ്തു. അപ്പൊ പ്രേക്ഷകരെ, നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഈ ജേണി ആരംഭിച്ചപ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതാണ് ആരായിരിക്കും നമ്മുടെ ഫിനാലയിൽ വിജയിക്കാൻ പോകുന്നത്. അതിനുള്ള സമയം ദാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഗ്രാൻഡ് റിവീലിനുള്ള സമയമായിരിക്കുകയാണ്. ശ്വേത ചേച്ചി, ഷൈൻ ചേട്ടാ, നിങ്ങൾ 2 പേരും കൂടെ വേണം അത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ആരാണ് വിന്നർ ആകാൻ പോകുന്നത് എന്നറിയാൻ പോവുകയാണ്.
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാദിയയ്ക്ക് സാഷ് ശ്വേത ചേച്ചി അണിയിക്കുന്നു. ശ്വേത ചേച്ചി, പ്ലീസ് ഡു ദ ഓണേഴ്സ്. ഒരു മ്യൂസിക്കൽ വൈഫ് ആവണമെങ്കിൽ ഒരു മ്യൂസിക്കൽ ഹസ്ബൻഡ് വേണം. അപ്പോ ഹസ്ബൻഡ് ആണല്ലോ ഇതൊക്കെ കണ്ടുപിടിച്ചത്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ വിന്നർ ആണ് ഇപ്പൊ സാദിയ. സന്തോഷം അല്ലാതെ വേറെ എന്താ പറയാ, വേറെ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. മനസ്സിലാക്കിയത് വൈഫ് പാട്ട് പാടുന്നു നന്നായിട്ട്. നേരത്തെ തന്നെ അറിയായിരുന്നു. മുന്നേ അറിയായിരുന്നു. കസിനും കൂടിയാണ്. ശരി. അപ്പൊ സംശയങ്ങളൊക്കെ തീർന്നില്ലേ? ഇനി ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സാദിയക്കുള്ള ട്രോഫി നൽകാനുള്ള സമയമാണ്. യെസ്, ട്രോഫി പ്ലീസ്. നമ്മുടെ മ്യൂസിക്കൽ വൈഫ് വിന്നറിന്റെ ട്രോഫി നൽകാനായി 3 ജഡ്ജസിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി ശ്വേത ചേച്ചിയോടും ഷൈൻ ചേട്ടനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 2 ലക്ഷം രൂപയുടെ സമ്മാനമാണ് മ്യൂസിക്കൽ വൈഫ് വിന്നറായ സാദിയയ്ക്ക് ലഭിക്കുന്നത്. സാദിയയ്ക്ക് റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനിക്കുന്നു. ശ്വേത ചേച്ചി ആൻഡ് ഷൈൻ ചേട്ടൻ. ഫലകം നൽകുന്നതിനായി ഉഷ മാമിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ശ്രീകണ്ഠൻ സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ് വിന്നർ സാദിയ ഉല്ലാസ്. എന്ത് തോന്നുന്നു സാദിയ? സാദിയ, ഈ ഒരു നിമിഷം ആഗ്രഹിച്ചിരുന്നോ അതോ? ആഗ്രഹിക്കല്ലോ എന്തായാലും. അല്ല, മീൻസ് ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞല്ലോ. ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു വേദിയാണ്. അതില് ഇത്ര എല്ലാവരും അന്ന് 30 പേര് വന്നില്ലേ, അവരെല്ലാവരും നന്നായിട്ട് പാടുന്നവരായിരുന്നു. അപ്പൊ ഈ 11 പേരിൽ വന്നപ്പോഴും സന്തോഷമായിരുന്നു, 5 പേരിൽ വന്നപ്പോഴും സന്തോഷമായിരുന്നു, ഇപ്പോഴും അത് തന്നെ സന്തോഷം. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇപ്പോഴേ നീ വിന്നറാണ്. 5 വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിന്നറാണ്, അപ്പം ധൈര്യമായിട്ട് പാടുക, എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാടുക എന്ന് പറഞ്ഞു. ജോൺസൺ മാസ്റ്റർ വൈഫായിട്ട് എനിക്ക് ഭയങ്കര, റാണിയമ്മയായിട്ട് ഭയങ്കര അടുപ്പമാണ്. കേരളിന് മുന്നേയും റാണിയമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം മോക്ക് വേണ്ടിയിട്ട്, മോള് ധൈര്യമായിട്ട് കയറിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ, അമ്മ, എൻ്റെ ഓഫീസിലെ ഡോക്ടർ, എല്ലാവരും. പിന്നെ എൻ്റെ മക്കള്, അവർ ഞാൻ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അതുങ്ങൾ ഒറ്റയ്ക്കാണ് അവിടെ. അതുങ്ങളും എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ അവരൊക്കെ എല്ലാവരും, എനിക്ക് അറിയില്ല എന്താ പറയണേന്ന്. പിന്നെ അവരെനിക്ക് ദൈവത്തിനും പോലെയാണ് 2 പേരും. എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് അവരാ 2 പേരും. ഞാൻ അവരുടെ കാലിന് വീഴുവാ. അല്ല, നമ്മുടെ ഗ്രൂമേഴ്സ് അതെ 2 പേരും ഗ്രാൻഡ് ഫിനാലെ ആയിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. മുഫിദത്ത ആൻഡ് രാധിക ചേച്ചി 2 പേരും പ്ലീസ്. ഈ മുബീദ ഈ വേദി നിൽക്കുമ്പോഴേ എന്റെ ഓർമ്മകൾ അങ്ങ് പിറകോട്ട് പോവാ. കാര്യം ഏഷ്യാനിലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ സീസൺ 1 മത്സരാർത്ഥിയായിരുന്നു മുബീദ. അപ്പൊ എന്തായാലും രാധികയും അല്ലെ, മുബീദയും രാധികയും ഗ്രൂം ചെയ്ത് നേരെയാക്കി. നിങ്ങളുടെ എഫേർട്ട് വളരെ കൂടുതലുണ്ടെന്ന് ഇവരെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. അല്ല, ഇവര് ഇത്രയും നന്നായിട്ട് പാടി കേൾക്കുമ്പോഴാണ് നമുക്ക് അത്രയും സന്തോഷമാണ്, മനസ്സ് നിറഞ്ഞു.
ഇതിലിപ്പോ വിന്നേഴ്സ് ആയിട്ടില്ലാത്തവരും അസലായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും എന്താ പറയാ, ബെസ്റ്റ് വിഷസ്. എന്നെ സംബന്ധിച്ച് എല്ലാവരും വിന്നേഴ്സാണ്. ഒത്തിരി സന്തോഷം. നിങ്ങളെയൊക്കെ ഗ്രൂം ചെയ്യാൻ പറ്റിയതിൽ എൻ്റെ ഒരു പ്രിവിലേജും കൂടിയാണ്. താങ്ക് യു ഫ്ലവേഴ്സ്, താങ്ക് യു രജീഷ് ചേട്ടാ, താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ 4th and 5th പൊസിഷനിൽ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയണം. അപ്പൊ ഔസേപ്പച്ചൻ സർ, ആരാണ് അറിയില്ല. മാർക്ക് വരെ ഓർമ്മയുണ്ട്. സർട്ടിഫിക്കറ്റ് നൽകാനായി ശ്വേത ചേച്ചിയെയും ഷൈൻ ചേട്ടനോടും റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ 3rd റണ്ണർ അപ്പ് 4th പൊസിഷനിൽ എത്തിയിരിക്കുന്നത് മ്യൂസിക്കൽ വൈഫിൽ 5ാം സ്ഥാനത്ത് ആരാണ് സാർ? 5ാം സ്ഥാനം പറയണ്ട, നമ്മള് 4th അല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇനി എത്ര ആൾക്കാരുണ്ട്? ഒരാള്. സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്വേത ചേച്ചിയോടും ഷൈൻ ചേട്ടനോടും റിക്വസ്റ്റ് ചെയ്തു. അജന്യ ആൻഡ് നിസരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മുടെ ക്ലയൻസിന് മൊമെന്റോ കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മൊമെന്റോ ഏറ്റുവാങ്ങാനായി ഷൈൻ ശിവപ്രസാദ്, CEO ഫിറ ഫുഡ്സ്. മൊമെന്റോ നൽകുന്നതിനായി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ശ്വേത ചേച്ചി ആൻഡ് ഷൈൻ ചേട്ടൻ. നെക്സ്റ്റ് മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനസ് TV മാനേജിംഗ് ഡയറക്ടർ ലവേസ് ഇന്റർനാഷണൽ. മൊമെന്റോ നൽകുന്നതിനായി ശ്വേത ചേച്ചിയോടും ഷൈൻ ചേട്ടനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് അനസ് സർ, താങ്ക് യു. ഓക്കെ, ശ്വേത ചേച്ചി, ഷൈൻ ചേട്ടാ, എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റില്? പാട്ടുപാടുക അത്ര വലിയ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൗസ് വൈഫ് ആവാന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും മികച്ച ഹെക്റ്റിക് ആയിട്ടുള്ള ജോലിയാ. കുറച്ചു നേരം കേട്ടിരുന്നപ്പോ തന്നെ നെഞ്ചിടിപ്പാ. കാരണം അമ്മാരി സ്വരങ്ങൾ വെച്ചിട്ടുള്ള കലക്കിയാ. ശ്വേത ചേച്ചി, എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? നല്ലൊരു ആശയാണ്. ബിക്കോസ് നമ്മൾ പറയാം, ഇങ്ങനത്തെ ഒരു വേദി കൊടുക്കുക, ഇത്രയും സ്ത്രീകൾ പുറത്തു വന്ന് എത്രയോ ആൾക്കാർ ഇത് ഇങ്ങനത്തെ ഒരു വേദി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അതിന് ഫ്ലവേഴ്സ് ടിവിയും പിന്നെ നമ്മുടെ SKN വിഷിംഗ് യു കമ്മിങ് അപ്പ് വിത്ത് സച്ച് ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ടിവിൻ്റെ ഒരുപാട് ജേർണിയിൽ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ ഈ ജേർണിയിൽ ഭാഗമായ ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ഒരുപാട് നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല ഷോസ് ഇവിടെ വരാറുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് എ ഗ്രേറ്റ് പ്ലെഷർ ടു ബി ഹിയർ അഗൈൻ ആൻഡ് ഹാപ്പി ടു സീ യു ഏട്ടാ ആൻഡ് ചേച്ചി ബിനി ആൻഡ് ലവ് ആൻഡ് ദീസ് ടു ബണ്ടിൽ ഓഫ് എനർജി. സത്യമല്ല, ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ബോത്ത് ഓഫ് ദം ആ ഭയങ്കര നല്ലൊരു ക്യൂട്ട് ബേബീസ് ആണ്. സോ താങ്ക് യു സോ മച്ച്. ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് പുരസ്കാരം കിട്ടാത്ത ആൾക്കാർ ഒരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല. ചിലപ്പോൾ സ്റ്റേജ് പൊളിക്കുന്നത് നിങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക. വിജയിച്ച ആളുകൾക്ക് ഒരുപാടൊന്നും ചിലപ്പോൾ ജീവിതത്തിൽ പഠിക്കാൻ പറ്റത്തില്ല. പരാജയപ്പെട്ടവർക്കായിരിക്കും കൂടുതൽ സാധ്യതകൾ. എപ്പോഴും പരാജിതരുടെ കൂടാ നമ്മള്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭാവി ഞാൻ നേരുന്നു. ഇതോടെ ഈ ഷോയും നമ്മുടെ ഈ സീസൺ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു ബൈ പറഞ്ഞ് അവസാനിപ്പിച്ചാലോ? ബൈ. Bye.